ഇടുക്കി പൈനാവിൽ ഭാര്യയുടെ അമ്മയെയും 2.5 വയസ്സുള്ള ഭാര്യയുടെ സഹോദരന്റെ മകളെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി അറസ്റ്റിലായി. കഞ്ഞിക്കുഴി നിരപ്പേൽ സന്തോഷിനെ തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെയാണ് പിടിച്ചത്. തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതി ഭാര്യയുടെ കുടുംബ വീടും അതോടൊപ്പം തന്നെ ഭാര്യയുടെ സഹോദരൻ താമസിക്കുന്ന വാടക വീടും തീവെച്ച ശേഷം മടങ്ങുന്നതിനിടെയാണ് പിടിയിലായത്. കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യാമാതാവ് അന്നക്കുട്ടിയും ചെറുമകൾ ലിയയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത് ജൂൺ 5-നാണ്. ഇതിനുശേഷം ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നു. ഇവിടെ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി വീണ്ടും ഇന്നലെ രാത്രി മടങ്ങിയെത്തുകയായിരുന്നു. പുലർച്ചെ 3 മണിയോടെ അന്നക്കുട്ടിയും മകൻ ലിൻസും താമസിച്ചിരുന്ന വീടുകൾ ഇയാൾ അഗ്നിക്കിരയാക്കി. ഈ സമയം വീടുകളിൽ ആരുമുണ്ടായിരുന്നില്ല. നാട്ടുകാരാണ് വീടുകൾക്ക് തീപിടിച്ചു എന്ന് തിരിച്ചറിയുന്നത്. ഇന്ന് വെളുപ്പിനെ ഒരു 3-3:15 മണി സമയത്ത് എന്റെ മരുവാചർന്നിലെ പന്നി ഫാമിലേക്ക് പോകാൻ വേണ്ടി വണ്ടിയായിട്ട് വരുമ്പോൾ വീടിന് തീ കത്തുക. ആളില്ലെന്നുള്ളത് അറിയാം. വീടിന്റെ അവിടെ നിന്ന് തീ കണ്ടുകൊണ്ട് വണ്ടി കടന്നു പോയതാ. വണ്ടി ചവിട്ടി തിരിച്ചു വന്ന് നോക്കിയപ്പോൾ തീ കത്തുന്നു. ആക്രമണത്തിന് ശേഷം ഇരുചക്ര വാഹനത്തിൽ സന്തോഷ് തമിഴ്നാട്ടിലേക്ക് കടന്നു. ബോഡിമെട്ട് ചെക്ക് പോസ്റ്റ് വഴി തമിഴ്നാട്ടിലെ ബോഡിയിലെത്തിയ പ്രതിയെ തേനി പോലീസിന്റെ സഹായത്തോടെയാണ് പിടികൂടിയത്. ഇടുക്കി പോലീസ് സ്റ്റേഷനിലെത്തിച്ച പ്രതി ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചു. ഭാര്യ പ്രിൻസി വിദേശത്തേക്ക് പോയത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. സന്തോഷിന് ഇതിൽ എതിർപ്പുണ്ടായിരുന്നു. ഭാര്യാമാതാവ് പ്രിൻസിക്ക് വിദേശത്തേക്ക് പോകാൻ സഹായം ചെയ്തു എന്നാരോപിച്ചാണ് പ്രതി ആക്രമണം നടത്തിയത്. ആദ്യ ആക്രമണം പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ പ്രതി അന്നക്കുട്ടിയെയും മകനെയും കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടാമത് മടങ്ങിയെത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. പ്രതിയുടെ ഭാര്യ മാതാവ് ഇതിന് റിക്കവർ ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ പ്രതി അറിഞ്ഞിട്ട് വീണ്ടും വീട്ടിലോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വീട് പൂട്ടിയിരിക്കുന്നിട്ടാണ് പെട്രോൾ ഒഴിച്ചിട്ട് കത്തിച്ചത്. ആദ്യ ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ പിടികൂടുന്നതിൽ പോലീസ് പരാജയപ്പെട്ടതാണ് രണ്ടാമതൊരു ആക്രമണത്തിന് വഴിവെച്ചതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കാര്യക്ഷമമായിട്ടൊരു കാര്യത്തിലേക്ക് ഗൗരവമായിട്ട് കടന്നായിരുന്നെങ്കിൽ ഈ ദുരന്തം ഉണ്ടാവില്ല. ഇന്ന് ഇവിടെ 2 പേര് കിടക്കേണ്ടതായിരുന്നു ഈ കെട്ടിടത്തിൽ. ഇതുദ്ദേശിച്ച് തന്നെയാണ് പ്രതി വന്നത്. ഒരു ആളുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എന്തായിരുന്നു അവസ്ഥ? പെട്രോൾ ആക്രമണത്തിൽ പൊള്ളലേറ്റ അന്നക്കുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. ചെറുമകൾ ലിയയുടെ ആരോഗ്യനിലയിൽ അല്പം പുരോഗതിയുണ്ട്. സന്തോഷിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. നാളെ കോടതിയിൽ ഹാജരാക്കും. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.